നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അറിയാം മിസ്റ്റർ ഗൗതം ഗോപിനാഥ്, താനിത് എന്തൊക്കെയായി പറയുന്നത്? അയ്യോ ദേഷ്യപ്പെടല്ലേ. ഞാൻ കണ്ടതും അറിഞ്ഞതുമായൊരു കാര്യം ചോദിച്ചുവെന്ന് മാത്രം. ഞാനിത് വെറുതെ പറയുന്നൊന്നുമല്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാഴ്ചയാ. അല്ല, ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇങ്ങനെ തകർന്നടിയാനും വേണ്ടി ഇത്ര പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ഇയാൾക്ക് ഭ്രാന്ത് വല്ലതും പിടിച്ചോ? സത്യം പറഞ്ഞ ആ ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല. നിധി റോഡിൽ നിന്ന് ബക്കറ്റും പിടിച്ച് ഭിക്ഷ എടുക്കുന്നത് കണ്ടപ്പോ സന്തോഷം ഇങ്ങനെ ഇരച്ച് കേറിയിട്ട് ഭ്രാന്ത് എടുക്കുമെന്ന് തോന്നിപ്പോയി. നമ്മൾ ഈ ആത്മനിയന്ത്രണം എന്നൊക്കെ പറയില്ലേ, സെൽഫ് കൺട്രോൾ, അങ്ങനെ കൺട്രോൾ ചെയ്ത് നിന്നതുകൊണ്ട് മാത്രമാ എന്റെ മനോനില തെറ്റാതിരുന്നത്. എങ്കിൽ സംശയിക്കണ്ട, താൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. തന്റെ മനോനില തെറ്റി. അതുകൊണ്ടാണല്ലോ താൻ ഇങ്ങനെ പിച്ചും പെയ്യൊക്കെ പറയുന്നത്. പിച്ചും പെയ്യൊന്നുമല്ല ഗൗതം. വേണമെങ്കിൽ ഞാൻ കണ്ട ദൃശ്യത്തിന്റെ ഒരു വീഡിയോ ഞാൻ അയച്ചു തരാം, ഒന്ന് കണ്ടു നോക്ക്. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മരുമകൾ ഒരു പിച്ചച്ചട്ടിയുമായി തെരുവിൽ നിന്ന് ഭിക്ഷയെടുക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള വരവാണിത്. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടില്ല എന്ന് പറയും. എത്രയൊക്കെ താഴ്ന്നാലും സ്വന്തം ഭാര്യയെ ഇങ്ങനെ യാചിക്കാനായി തെരുവിലിറക്കി നിർത്തിയത് വളരെ മോശമായിപ്പോയി. ഐ പിറ്റി ഓൺ യു ഗൗതം. എടോ താൻ നെർവസ് ആവണ്ട. ഇപ്പൊ തന്നെ ഞാൻ വീഡിയോ സെൻഡ് ചെയ്ത് തരാം, കണ്ടു നോക്ക്. ഇത് നിധിയുടെ സ്കൂളിന്റെ ഫ്രണ്ട് വശമാണല്ലോ. എന്താ നിധി, എന്തായി കാണിക്കുന്നത്? എല്ലാത്തിനും കാരണം ആ CK ചന്ദ്രബോസ ഗൗതം. ഞങ്ങളിപ്പോ ഇങ്ങനെ റോഡിൽ നിന്ന് പിരിവെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം CK ചന്ദ്രബോസ് തന്നെയാണ്. എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളിപ്പോ തെരുവിലേക്ക് ഇറങ്ങിയത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഗൗതം. എന്നോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ടാ അയാൾ കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ടിങ് നിർത്തിവെച്ചത്. 2-3 ക്ലാസ് മുറികളുടെ ചെലവല്ലേ ഉള്ളൂ, അത് നമുക്ക് ഏറ്റെടുത്ത് നടത്തി കൊടുത്താൽ പോരായിരുന്നു നിധി. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും അകത്തേക്ക് ചെല്ല്. ഞാൻ പോയി മാനേജറെ കണ്ട് കെട്ടിട നിർമ്മാണം ആരംഭിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിയോളാം. അത് വേണ്ട ഗൗതം. ഗൗതമിനെ വന്ന് കാണുന്ന കാര്യത്തെക്കുറിച്ച് ഇവരോട് ഞാൻ തന്നെ പറഞ്ഞതാണ്. പക്ഷെ അടുത്ത വർഷം ഗൗതം വലിയൊരു എമൗണ്ട് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ചെലവാക്കുന്നതുകൊണ്ട് ഇപ്പൊ ഗൗതമിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നാ എല്ലാവരുടെയും തീരുമാനം. അത് പിന്നത്തെ കാര്യമില്ലേ, ഇപ്പൊ നടക്കേണ്ടത് ഇപ്പോഴങ്ങ് നടക്കട്ടെന്നേ. ഗൗതം സാർ, എല്ലാ കാര്യങ്ങൾക്കും സാറിനെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. CKC കാരണം മുടങ്ങിപ്പോയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ഫണ്ട് ഇതുപോലെ പിരിവെടുത്ത് ജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കാനാണ് ഞങ്ങളുടെ മീറ്റിംഗിൽ തീരുമാനമായത്. ജനപങ്കാളിത്തത്തോടെ ആ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കണം. ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്കൊപ്പം ഈ പണപ്പിരിവിൽ ഞാനും പങ്കാളിയാവാം. ഗൗതമോ? ഈ റോഡിലോ? അതിനെന്താ കുഴപ്പം? ഇതൊരു നല്ല കാര്യമല്ലേ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഒരു സൽക്കർമ്മമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. എന്നാലും സാറിനെ പോലൊരു ബിസിനസ്സുകാരൻ നടു റോഡിൽ നിന്ന് പണം പിരിക്കാന്നൊക്കെ പറഞ്ഞ അപ്പൊ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും. നമുക്കും അതല്ലേ വേണ്ടത്.
അപ്പൊ നല്ല പിരിവും കിട്ടും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അത് മാത്രമല്ല, സത്യത്തിൽ ഇതും ഒരു സോഷ്യൽ സർവീസ് അല്ലേ? ഇത് ആർക്കെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ ആകട്ടെ. ഞാൻ നിങ്ങളുടെ കൂടെ കൂടുന്നതിൽ നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ആർക്കാ വിരോധം? നിധിക്കാണോ പ്രശ്നം? നിധി ഓക്കെ അല്ലേ? താങ്ക്സ് ഗൗതം, ഒരുപാട് സന്തോഷം തോന്നുന്നു. അപ്പൊ പിന്നെ നമുക്ക് പരിപാടി കണ്ടിന്യൂ ചെയ്യാം. ഒരു ബക്കറ്റ് കാണുന്നേ. അമ്മ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഹാരം കെട്ടിക്കഴിഞ്ഞ ചന്ദ്രിക നേരെ പൂജാമുറിയിലേക്ക് പോകും. ഇതൊക്കെ കൊണ്ടുചെന്ന് ദൈവങ്ങൾക്കിട്ട് വിളക്ക് കത്തിക്കാൻ തുടങ്ങും. ആ നേരത്തിന് ഞാൻ അമ്മയുടെ മുറി കയറി അലമാര തുറന്ന് മാലയും എടുത്തല്ലോ. ഇതാ നിന്റെ കുഴപ്പം. ഇരിക്കുന്നതിന് മുൻപ് കാലങ്ങ് നീട്ടിക്കോണം. എന്നിട്ടോ ചെന്ന് പടുകുഴിയിൽ വീഴുകയും ചെയ്യും. വെറുതെ കയറി അലമാരയിൽ നിന്ന് മാല എടുക്കരുത്. ദേ, എന്റെ കയ്യിലിരിക്കുന്ന പൊതിയിൽ എന്താണെന്നറിയോ? എന്താ? സോഡാപ്പൊടി. സോഡാപ്പൊടിയാ? അതെന്ത് സാധനം? അടുക്കളയിലേ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോ കലർത്തുന്ന ഒരു സാധനാ ഇത്. ഓഹോ, ബേക്കിംഗ് സോഡ. ഇതെന്തിനാമേ? വിളക്ക് കത്തിച്ചു കഴിഞ്ഞാ ചന്ദ്രിക ധൂപച്ചട്ടിയില് കുന്തിരിക്കം പുകയ്ക്കും. അതിനുള്ള കനലൊക്കെ അവൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് പൂജാമുറി കയറി കുന്തിരിക്കത്തിന്റെ കൂടെ ഈ സോഡാപ്പൊടി കൂടി കലർത്തി വെക്കും. ആ കുന്തിരിക്ക ഇട്ട് പുകച്ചു കഴിഞ്ഞാ ഒന്നാമത് ഈ ചന്ദ്രികയ്ക്ക് ശ്വാസമുട്ടും ആസ്മയൊക്കെ ഉള്ളതാ. ആ പുക ശ്വസിച്ച ചന്ദ്രിക വീഴും. ഞാൻ അവളെ പൊക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും. നിഖിലിനെ ആ സമയത്ത് വിളിച്ച് മാറ്റിക്കോണം. ആ തക്കത്തിന് ഞാൻ കയറി മാല എടുത്താലോ? മാല എടുക്കണം, പക്ഷെ അത് മാത്രം പോരാ. പിന്നെ മാല എടുത്തു കഴിഞ്ഞാ അപ്പൊ തന്നെ നീ വീട്ടില് കള്ളം കേറി എന്ന് വിളിച്ചു പോവണം. എന്തിന്? എന്നെ തന്നെ പിടിക്കാനോ? ഓ, ഇതുപോലൊരു മണ്ടി. എടീ, പറയുന്നത് കേൾക്കാം. നീ കള്ളം കയറിയെന്നും പറഞ്ഞു വിളിച്ചു പോവുമ്പോ എല്ലാവരും കാര്യം അന്വേഷിക്കും. ഒരു കള്ളൻ ചന്ദ്രികയുടെ മുറിയിന്ന് എന്തോ എടുത്തോണ്ട് ഓടിപ്പോയിന്ന് നീ പറഞ്ഞോണം. അപ്പൊ മാല കാണാതായത് ആ കള്ളന്റെ തലയിലിരുന്നോളും. ഓ, ഇല്ലാത്ത കള്ളന്റെ പേരിൽ ഒരാരോപണം അല്ലേ? സൂപ്പറമ്മ, ഇത് പൊളിക്കും. സമയം കളയണ്ട, വാ നമുക്ക് ഈ സോഡാപ്പൊടി കൊണ്ടേ കുന്തിരിക്കത്തിൽ കലർത്തി വെച്ചിട്ട് വരാം. ഇവിടെ ഇരിക്കുന്നുള്ളൂ.